നാളെ ലോകാവസാനത്തിന് ശേഷവും നിത്യതയാണ്. അതിനെന്താണ്? കാലവും സമയമില്ല, അതിന് എൻഡില്ല, അതിന് വർഷങ്ങളെന്ന് പറയുവാൻ കഴിയത്തില്ല. അതെന്താണ്? ഒരിക്കലും തീർന്നു പോകാത്തൊരു അനുഭവമാണ്. അപ്പോൾ മനുഷ്യരായിരിക്കുന്ന എല്ലാവർക്കും ദൈവം ഒരുക്കിയിരിക്കുന്നത് ലോകാവസാനത്തിന് ശേഷവുമുള്ള ഒരു നിത്യത, അതായത് കാലമോ സമയവും ഇല്ലാത്ത ഒരു നിത്യത മനുഷ്യർക്ക് ഒരുക്കിയിരിക്കുന്നു. ആവട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മരണ ദിവസമാണെങ്കിൽ എല്ലാ ജാതി മതസ്ഥരും അറിയുന്ന പോലെ യേശുക്രിസ്തു ഇന്നാണ് മടങ്ങി വരുന്നെങ്കിൽ നിങ്ങൾ ഏത് നിത്യതയിലേക്കാണ് പ്രവേശിക്കുന്നത്? നിത്യ സന്തോഷകരമായിരിക്കുന്ന യേശുക്രിസ്തുവോട് കൂടിയുള്ള സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുമോ? അതോ പ്രിയപ്പെട്ടവരെ, പിശാചിനും അവന്റെ ദൂതന്മാർക്കായിട്ടും പാപം മുഖാന്തരം ദൈവം ഒരുക്കപ്പെട്ട ആ നിത്യമായിരിക്കുന്ന ആ നരകാഗ്നിയിലേക്ക്, എരിയുന്ന തീയിലേക്ക് നിങ്ങൾ എറിയപ്പെടുമോ? ആ രണ്ട് കാര്യങ്ങളെ തെരഞ്ഞെടുക്കുവാന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നുണ്ട്. ഈ പ്രസംഗം മുഖാന്തരം നിങ്ങൾ ഏത് നിത്യത തെരഞ്ഞെടുക്കും? ദൈവത്തോടു കൂടിയുള്ള സന്തോഷത്തിന്റെ നിത്യത തെരഞ്ഞെടുക്കുമോ? അതോ സാത്താനോടും അവന്റെ ദൂതന്മാരോടും കൂടെ ഒരിക്കലും കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നിത്യ നരകാഗ്നി എന്ന് പറയുന്ന നിത്യത തെരഞ്ഞെടുക്കുമോ? നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനോടുള്ള നിത്യത, സ്വർഗീയ വാസം തെരഞ്ഞെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.